പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് നമ്മോടൊപ്പം ഫിലദൽഫിയയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ആധികാരികമായി ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപയോഗിച്ചു. രാത്രിയിലും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ഈ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് അനുഗ്രഹമായി തീരണം. ഇത് പിന്നീട് യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രയോജനകരമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ക്രിസ്തയേശുവിൽ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. ഇന്ന് പ്രൈവറ്റ് ക്ലാസ്സുമായി കർത്താവേടിയൊക്കെ കടന്നു വരുവാനിടയായി തീർന്നിട്ട് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇന്ന് ഹാലേലു പഠിപ്പിക്കുന്ന ദേവദാസിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. വചനം കേൾക്കുമ്പോൾ അടിയങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിപ്പാൻ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുമാറാകണമേ. ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ഹല്ലേലി അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഹല്ലേലി അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പിന്നെ അത് ഹാലേലിയ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾക്കുന്ന ഒന്നും ഒഴുകിപ്പോകാതെ വണ്ണം ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കടന്നു വരുവാനുള്ളവരെല്ലാം കർത്താവ് വേഗത്തിൽ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമാറാകണമേ. എടിയാൻ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താദിയോടന്തം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവ് ഇന്നത്തെ ക്ലാസ്സിനെ നിയന്ത്രിച്ച് നടത്തുവാൻ കർത്താവ് സഹായിക്കുമാറാണ്. കർത്താവിന്റെ ദാസനെ പിന്നെ ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് സഹായിച്ചാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമുക്ക് ചാപ്പൽ സർവീസായി കൂടുവാനിടയായി തീർന്നു. പ്രിയ പാസ്റ്റർ CB ആൻഡ്രൂസ് വേൾഡ് മിഷന്റെ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഫ്ലോറിഡയിലായിരുന്നുകൊണ്ട് താൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത്. എന്നാൽ ശനിയാഴ്ച നാളെ വൈകിട്ട് റെഗുലർ ക്ലാസ് 9 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വളരെ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ VP ഫിലിപ്പ് താൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ളൊരു ദൈവദാസനാണ്. എബ്രായ ലേഖനം എനിക്കറിയില്ല എത്രത്തോളം പേര് ആ സമയത്തുണ്ടായിരുന്നുവെന്ന്. എന്നാൽ താൻ ഇപ്പോൾ ബഹറിൽ IPC ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. കർത്താവ് സഹായിച്ചാൽ നാളെ വൈകിട്ട് താൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകം ജോയിൻ ചെയ്യണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാളത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ ആദരവോടെ സ്നേഹത്തോടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രിയിലും പലയിടങ്ങളിൽ ഏതെങ്കിലും രാജ്യത്ത് പകലായിരിക്കുന്നുവെങ്കിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞാൻ താമസിക്കുന്ന ഫിലദൽഫിയയിൽ അമേരിക്കയിൽ 11:35 ഉച്ചയ്ക്കാകുന്നു. നിങ്ങൾ പല ടൈം സോണിലാണ്. എന്നാൽ ഒരു ടൈം സോണും നമ്മുടെ ദൈവത്തിനില്ല. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യവും കണ്ണുകൊണ്ട്. അതിനായി സ്തോത്രം. ഈ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനായി സ്തോത്രം. വളരെ വളരെ അത്യധ്വാനം. ഓരോ ടീച്ചേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങൾ ക്രമീകരണത്തിൽ കോർഡിനേഷൻ ഇതിൻ്റെ അകത്ത് വളരെ അത്യാവശ്യമാണ്. വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസന് ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുത്തിരിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹിയായ കർത്താവിൻ്റെ ദാസനും പ്രസിഡന്റിനോടും ഇതിൻ്റെ ബോർഡിനോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ ഞാൻ അർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത ആ ചിന്തയുടെ തുടക്കം അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ച ആ വിഷയം വീണ്ടും മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്നില്ലേ?
അല്ല പാസ്റ്റർ സ്ക്രീനില് രണ്ട് മറ്റേ മാർക്കിംഗ് കൊടുത്തിരിക്കണതുണ്ടല്ലോ, അതില് രണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട്. രണ്ട് ഫോട്ടോ. ഓ ഓക്കെ, ഞാനത് മാറ്റാം. ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ചെയ്യാം. ഇപ്പോഴും വരുന്നുണ്ടോ രണ്ടെണ്ണം? ഇപ്പൊ വരുന്നുള്ളൂ, സ്ക്രീൻ വരുന്നുള്ളൂ. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല ഇല്ല ഇപ്പൊ ഇല്ല. ഓക്കെയാ. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്റ്റോളജിക്കകത്ത് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ, യേശുവിൻ്റെ പ്രസംഗങ്ങൾ, അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി. ദ സെർമൺസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ്, യേശുവിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും. അതിൽ നമ്മൾ ആദ്യം സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗം, മത്തായി 5, 6, 7 ഈ 3 അധ്യായങ്ങളിലായിട്ടുള്ള പർവ്വത പ്രസംഗം കേൾക്കുവാനിടയായി. ഇന്ന് വായിച്ച് സഹായിക്കുന്നത് സിസ്റ്റേഴ്സ് അഞ്ജു, സാറ, ബെൻസി, ബെൻസൺ, ഷാമേൻ, സെലിൻ കോശി എന്നീ 3 പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി 2 വാക്യങ്ങൾ വീതം അവരവരുടെ ടേൺ വരുമ്പോൾ വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവിടെ കർത്താവ് യേശു ക്രിസ്തു സെർമൺ ഓൺ ദ മൗണ്ടിൽ ശിഷ്യന്മാരെ ശിഷ്യത്വത്തിലേക്കുള്ള പരിശീലനം നടത്തുന്ന ഒരു പഠനമാണ് അവിടെ കാണാൻ കഴിയുന്നു. അത് നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ആ കൽപ്പനകളെല്ലാം അന്വർത്ഥമാക്കി ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, അതൊരു ഓപ്ഷനല്ല, ആവശ്യമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാവുന്ന ഒരു വചനമല്ല. കർത്താവ് പറഞ്ഞ പർവ്വത പ്രസംഗത്തിലെ ഓരോ കാര്യങ്ങളും ഒരു വിശ്വാസി, ദൈവവൈതൽ, ശിഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ അന്വർത്ഥമാക്കണം എന്ന് അത് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അടുത്ത യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം ദ ഒലിവറ്റ് ഡിസ്കോഴ്സ്, മത്തായിയുടെ സുവിശേഷം 24 വിശദമായിട്ടത് പറയുന്നത്. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കുന്ന നമ്മൾ പല ദാനിയേൽ പ്രവചനം, വെളിപ്പാടും ഒക്കെ അതിൻ്റെ അകത്ത് വരും. എസ്കട്ടോളജി, എസ്കട്ടോസ് എന്ന് പറഞ്ഞാൽ ദ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ എൻഡ് ടൈം, ദ സ്റ്റഡി ഓഫ് ദ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ എൻഡ് ടൈം. അന്ത്യനാളുകളിൽ നടക്കാനുള്ള സംഭവങ്ങളെയാണ് എസ്കട്ടോളജി, അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള ചില സംഭവങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അത് മത്തായി 24 മർക്കോസ് 13 അധ്യായത്തിലുണ്ട്, ലൂക്കോസ് 21 അധ്യായത്തിലുണ്ട്. യോഹന്നാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അത് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ മറ്റു കാര്യങ്ങളും യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനോപ്റ്റിക് ഗോസ്പൽ, സമവീക്ഷണ സുവിശേഷങ്ങളിൽ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ 3 അധ്യായങ്ങളിൽ കാണുന്നതിൽ ഏറ്റവും വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് മത്തായി 24 ആയതുകൊണ്ട് നാം അവിടേക്ക് വരികയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ ചോദിച്ച ചോദ്യം, മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 3 വാക്യം ആദ്യമായിട്ട് വായിക്കാം. മാത്യു 24:3. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണം എന്ന് അപേക്ഷിച്ചു. ഒരു ചോദ്യമല്ല, 3 ചോദ്യമാണ്. പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു ചോദ്യമാണെന്ന് നോക്കും. പക്ഷേ ഒരു ചോദ്യത്തിൻ്റെ അകത്ത് 3 ക്ലോസ് ഉണ്ട്, 3 ഘടകങ്ങളുണ്ട്. ആ 3ആയിട്ട് തിരിച്ചാൽ എന്താ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? 1, അത് എപ്പോൾ സംഭവിക്കും? ഏത്? കല്ല്, ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ ശേഷിക്കാത്ത സംഭവം എപ്പോൾ സംഭവിക്കും? നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സൈൻ, വാട്ട് ആർ ദ സൈൻസ് ഓഫ് യുവർ കമ്മിങ്? നിന്റെ വരവിൻ്റെ അടയാളം, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകാന്ത്യത്തിൻ്റെ അടയാളം, സൈൻ ഓഫ് ദി എൻഡ് ഓഫ് ദി ഡിസ്പെൻസേഷൻ, അതർവൈസ് ഏജ്. ഈ ഏജ് അല്ലെങ്കിൽ യുഗത്തിൻ്റെ അന്ത്യം. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഉള്ളടക്കം ചെയ്ത 3 ചെറിയ ചോദ്യങ്ങൾ. ഒന്നാമത്തേത്, കല്ല് കല്ലിന്മേൽ ശേഷിക്കത്തില്ല എന്ന് യേശു പറഞ്ഞു. യേശു ഇത് പ്രസംഗിക്കുന്നത് യേശു മരിക്കുന്നതിന് ചില ദിവസങ്ങൾ മുമ്പാണ്. AD 33 എന്ന് നമുക്ക് അതിനെ അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞതായ ആ ഉത്തരങ്ങൾക്ക് 3 തരത്തിൽ നമുക്ക് അതിന് മറുപടി കണ്ടെത്താം. ഒന്നാമത്തെ കാര്യം സംഭവിച്ചത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതായത് AD 33 37 കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരക്കമുണ്ട് AD 70. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നടന്നത് 37 വർഷങ്ങൾ കഴിഞ്ഞാണ്. പക്ഷേ ശിഷ്യന്മാർ അതത്ര ഗൗനിച്ചില്ല എന്ന് കാണാൻ കഴിയും. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ AD 70 ആ യെരുശലേമിൻ്റെ നാശം അവിടെ സംഭവിച്ചു. അതാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. കർത്താവിൻ്റെ വരവിൽ നടക്കുന്ന കാര്യമല്ല, യുഗത്തിൻ്റെ അവസാനമല്ല. 3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇത് 3ഉം ഒന്നിച്ച് കൂട്ടിക്കുഴച്ചാണ് മത്തായി 24 കിടക്കുന്നത്. ഇതെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണമല്ല. ഇതെല്ലാം യെരുശലേമിൻ്റെ നാശമല്ല. ഇതെല്ലാം വരവ് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങൾ എല്ലാമല്ല. ഇതെല്ലാം കൂടെ ചേർത്ത് 24 അധ്യായത്തിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ അരിച്ച് ഡിവൈഡ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് എപ്പോൾ സംഭവിക്കും, ദ സീക്വൻസ് ഓഫ് ദി ഇവൻസ്, ഈ സംഭവങ്ങളുടെ ക്രമം, ക്രോണോളജി, അതിൻ്റെ ക്രമീകരണം, അതിന് ഓരോന്നുണ്ട്. ആമേൻ. AD 70 നടന്നു, അതാ യെരുശലേം നാശം. അടുത്തതായിട്ട് നടക്കേണ്ടത് കർത്താവിൻ്റെ വരവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കേണ്ടതാണ് മഹോദ്രവത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളും മഹത്വ പ്രത്യക്ഷയോടുകൂടിയുള്ള കാര്യങ്ങളും പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. കർത്താവ് പറയുമ്പോൾ അതൊരു പ്രവചനമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഇതൊരു ചരിത്രമാണ്. AD 70 അന്ന് സംഭവിച്ച കാര്യങ്ങൾ യോസിഫീസിൻ്റെ ചരിത്ര പുസ്തകത്തിലും മറ്റ് ചരിത്ര പുസ്തകത്തിലും ചരിത്രകാരന്മാരെ കണ്ട് വിറ്റ്നസ് ചെയ്ത് എഴുതിയിട്ടുള്ള കാര്യമാണ് എന്ന് കാണാൻ കഴിയും. അത് ഉദാഹരണമായി 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിച്ച് വിവരിക്കാതെ മുമ്പോട്ട് പോകാം. അത് വിവരിക്കാൻ നിന്നാൽ ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ടാകും. 16 മുതലുള്ള വാക്യങ്ങളാണ്. അന്ന് യഹൂദയിലുള്ള മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അങ്ങനെ കുറേ പേര് മലകളിലേക്ക് ഓടിപ്പോയി. മസാദ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ടിൽ 960 പേർ, ഞാൻ ഈ പറയുന്നത് ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്, ജോസിഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജൂയിഷ് പീപ്പിൾ, യഹൂദന്മാരുടെ പുരാതനത്വം. ആമേൻ. അടുത്തതായിട്ട് ദ ജൂയിഷ് വാഴ്സ്, യഹൂദന്മാരുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ എന്ന് പറയുന്ന യേശുവിൻ്റെയും പൗലോസിൻ്റെയും സമകാലികനായി ജീവിച്ച ഫ്ലാവിയസ് ജോസിഫസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ യഹൂദ ചരിത്രകാരൻ കണ്ടുകൊണ്ടെഴുതിയതായ ആ സംഭവങ്ങൾക്കകത്ത് അത് വിവരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അത് സംഭവിച്ച് നിങ്ങൾക്ക് ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ പണം കൊടുത്ത് വാങ്ങിക്കേണ്ടതില്ല. ആ പുസ്തകം ഗൂഗിളിൽ നിങ്ങൾ അടിച്ചാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും വായിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ മസാദ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ടിലേക്ക് 960 പേര് ഓടിപ്പോയി. ആ ഓടിപ്പോയ ആളുകൾ മിലിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. എരിവുകാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവരുടെ ഒരു ചെറിയൊരു ആള്, അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഒരു കഠാര എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോമൻ സൈന്യത്തിനോട് പടവെട്ടുവാൻ തക്കതായ ആയുധങ്ങൾ ഇന്നും ഇല്ലെങ്കിലും അവർ പൊരുതി. അതാണ് ഒന്ന്. പിന്നെ പറയുന്നത് 19-ാം വാക്യം, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് കാഹളം ഊതുമ്പോൾ യേശു വരുന്ന സന്ദർഭത്തിൽ ആമേൻ ഗർഭിണികളായ സ്ത്രീകളൊന്നും പോകത്തില്ല, കൊച്ചിനെ മുല കൂട്ടുന്നവരൊന്നും പോകത്തില്ല
എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൻ്റെ കാര്യമല്ല, ആമേൻ, റോമൻ ചക്രവർത്തിയായിരിക്കുന്ന ആ ടൈറ്റസ് നേതൃത്വത്തിൽ അവിടെ റോമൻ പട്ടണത്തെ ഉപരോധിച്ചപ്പോൾ സൈന്യങ്ങൾ വന്ന് വളഞ്ഞപ്പോൾ ആളുകൾ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഗർഭിണികളായ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കൊച്ചു കുഞ്ഞിനെ കയ്യിരിക്കുന്നവർക്ക് ഓടി രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് ശീലത കാലത്തിലോ ശബത്തിലോ സംഭവിച്ചാൽ അത് അയ്യോ കഷ്ടം. AD 70 ഉണ്ടാൻ പോകുന്നതായിരിക്കുന്ന യെരുശലേമിനെ നിരോധിച്ച് സൈന്യങ്ങൾ യെരുശലേമിനെ നിരോധിക്കും. അത് ഇവിടെ പറയുന്നില്ല, ലൂക്കോസ് 21 പറയുന്നുണ്ട്. ഞാൻ അത് വായിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറിച്ച് ഇടാം. ലൂക്കോസ് ഞാനിവിടെ റെഫറൻസിൽ കൊടുത്തിട്ടില്ല, അത് വേണ്ടവർക്ക് എഴുതിയെടുക്കാം. ലൂക്കോസ് 21 റോമൻ സൈന്യം അവരെ വളയുന്നതിനെക്കുറിച്ച് 2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 24-ാം വാക്യമാണ് എഴുതുന്നത്, അല്ല 20-ാം വാക്യം. സൈന്യങ്ങൾ, ഞാൻ വായിക്കുന്നത് ലൂക്കോസ് 21:20. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അന്ന് യഹൂദയിലുള്ള മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പോൾ എന്നത്തെ കാര്യമാണ്? അടുത്തത് പറയുന്നുണ്ട്, ആ നാളുകൾ, ആ കാലത്ത് ഗർഭിണികൾക്കും മുലപിടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ശബത്ത് നാളിൽ സംഭവിക്കരുത്. എപ്പോഴത്തെ കോണ്ടെക്സ്റ്റാ? സന്ദർഭം കർത്താവിൻ്റെ വരവല്ല. സൈന്യങ്ങൾ ഇനിയും അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഈ യെരുശലേം ദേവാലയത്തെ ഇടിക്കുവാൻ റോമൻ ചക്രവർത്തിയുടെ സൈന്യങ്ങൾ യെരുശലേമിനെ വളയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നവരൊക്കെ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. വിൻ്റർ സീസണിലാണെങ്കിൽ സ്നോ ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഓടാൻ ഒക്കത്തില്ല. അതാണ് ശീതകാലത്ത് അത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ശബത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ശബത്തിൽ 3 കിലോമീറ്ററിൽ കൂടുതൽ ഒരു യഹൂദൻ നടന്നു കഴിഞ്ഞാൽ ശബത്ത് ലംഘനമാകും. അങ്ങനെയെങ്കിൽ അവരോടുകയാണെങ്കിൽ അവർ രക്ഷപ്പെടാം, പക്ഷേ ശബത്ത് ലംഘിച്ചിട്ടേ അവർക്ക് ഓടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഈ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് യേശു പ്രവചിച്ചതാണ്. AD 70 അത് സംഭവിച്ചു. ഇനിയും അത് സംഭവിക്കണമെന്നില്ല. ആമേൻ. അത് ഒരു അർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി പ്രവചനം എഴുതിയിരിക്കുന്നത് നടന്നു കഴിയുമ്പോൾ ആ പ്രോഫസി ഹിസ്റ്ററിയുടെ ഭാഗമാകും. ബൈബിൾ എഴുതിയപ്പോൾ 5-1 പ്രവചനമായിരുന്നു. എന്നാൽ അത് മിക്കവാറും ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്ന് തീർന്നിരിക്കുന്നു. 2, നിന്റെ വരവിൻ്റെ അടയാളം എന്ത്? ഞാൻ മുമ്പേ പറഞ്ഞു, ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു. ആ ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നുവെന്ന് അവിടെ കാണുന്നില്ല, മത്തായി പറയുന്നില്ല. പക്ഷേ എത്ര പേരുണ്ടായിരുന്നുവെന്നും ആ ശിഷ്യന്മാരുടെ പേരുകളും വ്യക്തമായിട്ട് മർക്കോസ് 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചാട്ട് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു, അവരുടെ പേരുകൾ. യേശുവിനോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം. ആരൊക്കെയായിരുന്നു ചോദിച്ചത്, അത് എത്ര പേരുണ്ടായിരുന്നു? വായിച്ചാട്ട് മാർക്ക് 13:3. പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും? അതിന് എല്ലാം നിവർത്തി വരുന്ന കാലത്തിന് ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. മതി. അപ്പോൾ 4 ശിഷ്യന്മാർ ആരാണെന്നും അത് 4 പേരുണ്ടായിരുന്നെന്നും മത്തായി പറയാത്തത് മർക്കോസ് പറഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ദ സൈൻസ് ഓഫ് യുവർ കമ്മിങ്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ എന്താണ്? അതാണ് 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം 32 മുതൽ 42 വരെ ലോത്തിൻ്റെയും നോഹയുടെയും കാലം, അതുപോലെ അധർമ്മം പെരുകി വരുന്നു, വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും തിന്നും കുടിച്ചും ആനന്ദിച്ചും മതിച്ച് നടന്ന് ദൈവത്തെ അനുസരിക്കാത്ത ഒരു തലമുറ വരും. ആ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ ഈ തലമുറയാണ്. ആ തലമുറ എന്ന് പറയുന്നത് അത് അത്തി തളിർത്ത തലമുറയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഒരു ഉപമയുടെ പറഞ്ഞു, അത് ഞാൻ വിവരിക്കുന്നില്ല. അതും കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. അത്തി തളിർക്കുന്ന സമയം, ആ കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാൻ ജീവിക്കുന്നത്.
പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ 3 അത്തിയെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം കാണാൻ കഴിയുന്നത് അത്തിയിൽ വളമിട്ടു 3 വർഷം അതിന് ഫലം കിട്ടുമോ എന്ന് നോക്കി, പക്ഷേ ഫലം കായ്ക്കാത്ത അത്തി, അൺഫ്രൂട്ട്ഫുൾ ഫിഗ് ട്രീ. ഒന്നാമത്തേത് 3 വർഷം എന്നവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം ഒരു ഉപമയാണ് യേശു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ 3 വർഷത്തെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അത്തി ആരെ കാണിക്കുന്നു? യഹൂദനെ കാണിക്കുന്നു. യഹൂദനെ 3 വൃക്ഷങ്ങളോടാണ് ബൈബിളിൽ സാദൃശീകരിക്കുന്നത്. ഒന്ന്, അത്തി, അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് അത്തി. 2, ഒലിവ്, സോഷ്യൽ സിറ്റുവേഷൻ, സാമൂഹികമായ അവരുടെ അവസ്ഥയും അവരുടെ ഉയർച്ചയുമാണ് ഒലിവ് കാണിക്കുന്നത്. 3, ഗ്രേപ്പ് അല്ലെങ്കിൽ വൈൻ, മുന്തിരി, സ്പിരിച്വൽ കണ്ടീഷൻ. അപ്പോൾ ബൈബിളിൽ കാണുന്ന 3 വൃക്ഷങ്ങളെ യഹൂദന്റെ 3 അവസ്ഥയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് അത്തിയുടെ തളിർപ്പ് എങ്കിൽ, അത്തി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ സ്ഥിതിയാണ്. അങ്ങനെയെങ്കിൽ 3 വർഷം യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ച പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി വന്നെങ്കിലും ആരും യേശുവിനെ അനുഗമിച്ചില്ല. അതുകൊണ്ടത്ര പറയുന്നത്, ഞാൻ 3 വർഷം കിളച്ച് വളമിട്ടു ഫലം കണ്ടില്ല എന്ന് പറയുന്നത് അത്തിയുടെ കാര്യമല്ല, യഹൂദന്റെ കാര്യം യേശു ഉപമാരൂപത്തിൽ പറഞ്ഞതാണ്. 2, യേശു ക്രിസ്തു നടന്നു പോയപ്പോൾ തനിക്ക് വിശന്നപ്പോൾ വളരെ ദൂരെ നിന്ന് ധാരാളം ഇലകളുള്ള അത്തി കണ്ടു. ആ അത്തിയിൽ ഫലം ഉണ്ടാകും എന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന്ന് ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്ന് എനിക്കറിയാം. യേശു സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്ന കർത്താവാണ്. അതിൻ്റെ അകത്ത് ഫലമില്ലായിരുന്നു എന്ന് യേശുവിന് അറിയാൻ പാടില്ലായിരുന്നോ എന്നൊരു ചോദ്യം വരും. അവിടെ യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒന്നിച്ചുള്ള ഒരു അത്ഭുതമാണത്. യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ വിശന്നു, യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ വിശപ്പിന് അത്തിയുടെ ഫലം ആഗ്രഹിച്ചു, അത് മനുഷ്യത്വം. എന്നാൽ അത്തിയിൽ ഫലം കാണാതിരുന്നപ്പോൾ അത്തിയെ ശപിച്ചു, വേരോടെ അത്തി ഉണങ്ങി. അപ്പോൾ ഫലം ആഗ്രഹിച്ചതും വിശപ്പടക്കാൻ ആഗ്രഹിച്ചതും ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്, അതിനെ ശപിച്ചപ്പോൾ വേരോടെ ഉണങ്ങിയത് ഡിവിനിറ്റി ഓഫ് ജീസസ്. ഇത് രണ്ടും ഒരുപോലെ കാണുന്ന ഒരു കാര്യമാണ്. 2, അപ്പോൾ ഞാൻ രണ്ടാമത്തെ അത്തി എന്താണ്? ഉണങ്ങിപ്പോയ അത്തി. അതാണ് AD 70 അവർ പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, പീലാത്തോസ് ചോദിച്ചു, അവനെ വിട്ടുതരട്ടെ. ഉത്സവത്തിലൊക്കെ ഒരാളിനെ വെറുതെ വിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അങ്ങനെയെങ്കിൽ യേശുവിനെ ഫ്രീ ആയിട്ട് വിടട്ടെ. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അബ്ബാസിനെ മതി, യേശുവിനെ വേണ്ട, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് ചോദിച്ചു വാങ്ങിച്ച ഒരു ന്യായവിധിയാണ് 1945 വരെ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലുള്ള ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകളിലും AD 70 ഏതാണ്ട് 1 മില്യൺ യഹൂദന്മാരെ വെട്ടിക്കൊന്നു. 98,000 യഹൂദന്മാരെ അടിമകളായി അനേക രാജ്യങ്ങളിൽ പോയി. ഇതിൻ്റെ എല്ലാം കാരണം എന്താ? ഒരു ന്യായവിധി. ഈ ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ അന്ന് ചോദിച്ചു വാങ്ങിച്ച ഒരു വലിയ ശാപമാണ് യഹൂദന്റെ മേൽ ഇന്നും വിട്ടുമാറാത്ത രക്തപ്പഴി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഒരു പ്രത്യേക ഒരു സന്ദേശമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് കിടക്കും. മഹോദ്രവത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഇത് തീരുകയുള്ളൂ. മഹോദ്രവം തീരുന്നതോടുകൂടെ ഈ ശാപം മാറി കർത്താവരെ സ്വീകരിച്ച് സ്വന്തം മക്കളാക്കി തീർക്കും. അപ്പം രണ്ടാമത്തെ അത്തി എന്ന് പറയുന്നത് അവിടെ കാണുന്നത് AD 70 ഉണങ്ങിപ്പോയ അത്തി. ഒന്നാമത്തെ അത്തി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഫലമില്ലാത്ത അത്തി. രണ്ടാമത്തെ അത്തി എന്ന് പറയുന്നത് ഏതാണ്? AD 70 ഉണങ്ങിപ്പോയി ചിതറപ്പെട്ടു പോയ അത്തിയാകുന്ന യൂദൻ. ഇനി മൂന്നാമത്തെ അത്തി. അങ്ങനെ ഉണങ്ങിപ്പോയ അത്തി എന്തു ചെയ്യും? ആ അത്തി തളിർക്കും. എന്നാണ് അത് തളിർത്തത്? അത് ഒരു പ്രവചനമാണ്. 1948 മെയ് മാസം 14 പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ ആദ്യമായി UNO യഹൂദനൊരു രാജ്യം കൊടുക്കാമെന്ന് സമ്മതിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഫലമില്ലാതിരുന്ന അത്തി, ഉണങ്ങിപ്പോയ അത്തി തളിർത്തു. ആമേൻ. ഈ ചെറിയൊരു രാജ്യമായിരിക്കുന്ന അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറയുന്ന ഒരു കൊച്ചു സ്റ്റേറ്റിന്റെ അത്രയും മാത്രമുള്ള ഈ ഇസ്രായേൽ ഇന്ന്
ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തലവേദനയായിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവരോടുകൂടി ഉണ്ട്. അവർ ശാപമേറ്റു വാങ്ങിയവരും അവർ ന്യായവിധി വാങ്ങിയവരും ആണെങ്കിൽ പോലും എന്നുള്ളത് നമുക്കറിയാം. അവരോടുകൂടെ ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അമേരിക്കയും സഹായമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സൗദി വരെ അവരോട് കൂടെ നിന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് 24-ന്റെ 4 മുതൽ 14 വരെയും 32 മുതൽ 42 വരെയുള്ള കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് തിരിയുന്നു. മത്തായി 24 നിങ്ങൾക്ക് നന്നായിട്ടിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വാക്യം കൂടെ പറയുന്നത്. എല്ലാം കൂടെ ചക്ക കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് കഴിഞ്ഞാൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ മത്തായി 24 പറയുന്നുണ്ട് ആകാശത്തിൽ നിന്ന് എന്ത് ചെയ്യും, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ പഴുത്തമാങ്ങ താഴോട്ട് വീഴുന്നത് പോലെ നക്ഷത്രമൊക്കെ തലയുടെ വീഴോട്ട് വരും. കർത്താവിൻ്റെ വരവിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കർത്താവിൻ്റെ വരവിലല്ല സംഭവിക്കുന്നത്. രണ്ടാമത്തേതും കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം, വരവ് കഴിഞ്ഞിട്ട് മഹോദ്രവ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ലോകത്തിൻ്റെ യുഗത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം, സൈൻ ഓഫ് ദി എൻഡ്. അപ്പോൾ മൂന്നെണ്ണമാണ്. ഒന്ന് നടന്നു, രണ്ടാമത്തേത് സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നു, മൂന്നാമത്തേത് യഹൂദനെ രാഷ്ട്രീയമായി ചേർക്കുവാൻ കർത്താവ് അവർ ചേർക്കുവാൻ വരവിന് ശേഷം അവരൊരു ആലയം പണിഞ്ഞ് യഹൂദൻ എതിർക്രിസ്തുവിനോട് ചേർന്ന് ഒന്നിച്ചു നിൽക്കുകയും രണ്ടാമത്തെ 3.5 വർഷത്തിൽ എതിർക്രിസ്തുവിനോട് അകന്ന് അവർ ജീവിക്കുകയും മഹാപീഡനത്തിൽ കൂടെ അവർ കടന്നു പോവുകയും ചെയ്യും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നതായ മത്തായി 24-ാം അധ്യായത്തിൻ്റെ ഇനിയും അത് 1-2 വാക്യങ്ങൾ കൂടെ വായിക്കണേ. 24-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിച്ചാട്ട്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അത്രയും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിലല്ല നടക്കുന്നത്. AD 70 നടന്നതല്ല, അതൊന്നും നടന്നിട്ടില്ല. കർത്താവിൻ്റെ വരവിലും അങ്ങനെ നടക്കത്തില്ല. ആരും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് കുറേ പേര് ഇവിടുന്ന് അപ്രത്യക്ഷരാകും. എല്ലാ പത്രമാധ്യമങ്ങളിലും മിസ്സിങ് എന്ന് പറയുന്ന വലിയ വാർത്തകൾ വരും. പിറ്റേ ദിവസം എല്ലാവരും പറയും ഇവിടെ പാട്ടുപാടി പ്രാർത്ഥിച്ച വേദോസം കൊണ്ട് നടന്ന കുറേ പേര് ഇവിടുന്ന് പോയി. അവരെല്ലാം പണ്ടേ പറയുമായിരുന്നല്ലോ യേശു വരുന്നതെന്ന്. നമ്മളാരും വിശ്വസിച്ചോ? കേട്ടോ? ഇല്ല. ആമേൻ. അവർ പോയി, നമ്മുടെ ചാൻസും പോയി എന്ന് പറഞ്ഞ് ലോകജാതികൾ എതിർ ക്രിസ്തുവിന് വേണ്ടി അവരൊരുങ്ങും. അതുകൊണ്ട് ആരും അറിയത്തില്ല. 2 പേർ കിടക്കമേലായിരിക്കും, ജോലി ചെയ്തുകൊണ്ടിരിക്കും, തിരികലിൽ പഠിക്കും. അതിൽ കർത്താവിന് വേണ്ടിയുള്ളവർ എന്ത് ചെയ്യുന്നു? അവിടേക്ക് എടുക്കപ്പെടും. അപ്പോൾ ഇവിടെ ഈ സംഭവിക്കുന്ന ആകാശത്തിൻ്റെ ശക്തികൾ ക്ഷയിക്കുന്ന ആ കാര്യം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-13. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവർഷം പെരിങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അത്രയും മതിയാവും. മത്തായി 24 പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാമത്തെ ഭാഗം കർത്താവിൻ്റെ വരവിന് ശേഷം മഹോദ്രവത്തിലെ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യമാണ്. അത് മഹോദ്രവത്തിലെ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ മഹോദ്രവത്തിൻ്റെ അവസാനത്തിൽ യഹൂദനെ അരിപ്പ കൊണ്ട് അരിക്കുന്ന പോലെ ആമോസ് അത് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. ഞാൻ ക്രിസ്റ്റോളജിയാണ് പഠിപ്പിക്കുന്നത്, എസ്കോട്ടോളജി അല്ല. ടച്ച് ചെയ്ത് പോകത്തേ ഉള്ളൂ. അതൊക്കെ പഠിപ്പിക്കാനാണെങ്കിൽ ഒരു 4 മണിക്കൂർ കിട്ടിയാലും തീരാത്ത വിഷയമാണ്. അത്രമാത്രം ആഴമായ സബ്ജക്റ്റാണ് ഈ പറയുന്ന കർത്താവിൻ്റെ വരും. അപ്പോൾ അവിടെ കാണുന്നത് പിന്നെ നമുക്ക് മഹോദ്രവത്തിൻ്റെ അവസാനത്തിൽ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷയുടെ ബന്ധത്തിൽ 2 വാക്യങ്ങൾ. യഹൂദനെ ആമേൻ അരിച്ചു പിറക്കി ദൈവം സ്വീകരിക്കുന്ന ഒരു 2 വാക്യങ്ങൾ. 24-ന്റെ മത്തായി 24-ന്റെ 30-31 30 and 31 വായിച്ചാട്ട്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും.
അവൻ തന്റെ ദൂതന്മാരെ ബഹുതാഹ്ലധ്വനികളോടും കൂടെ അയക്കും. ആ അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നത് പുതിയ നിയമവിശുദ്ധന്മാരുടെ കാര്യമല്ല, തീർത്ത് ഞാൻ പറയുകയാണ്. കാരണം 29 പറയുന്നു, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. കഷ്ടം എപ്പോഴാണ് ആരംഭിക്കുന്നത്? മഹോദ്രവത്തിലാണ് കഷ്ടം ആരംഭിക്കുന്നത്. വെളിപ്പാടിൽ 3 കഷ്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കഷ്ടം, യാക്കോബിന്റെ കഷ്ടകാലം, 6 വാക്യങ്ങൾ മഹോദ്രവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. യിരെമ്യാവ് പറയുന്നു, ആമേൻ, യാക്കോബിന്റെ കഷ്ടകാലം. പുരുഷൻ എവിടെയെങ്കിലും നടുവിന് കൈ കൊടുത്ത് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പോലെ നിലവിളിച്ച് കേട്ടിട്ടുണ്ടോ? യിരെമ്യാവ് ചോദിച്ചു. ഇല്ല. അതെന്താണ്? പുരുഷൻ പ്രസവിക്കുന്നതല്ല, യാക്കോബിന്റെ കഷ്ടകാലം. യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്രായേലിന്റെ വിളിപ്പേരാണ് യാക്കോബ്. യാക്കോബിനെയാണ് ദൈവം ഇസ്രായേൽ എന്ന് പേരിട്ടത്. അങ്ങനെങ്കിൽ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബ്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കഷ്ടകാലം, ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്. വരവ് കഴിഞ്ഞതിന് ശേഷമേ മഹോദരം ഉണ്ടാകത്തുള്ളൂ. സഭ പോകാതെ, സഭ ഉപദ്രവത്തിൽ കൂടെ കടക്കും, മഹോദരത്തിൽ കൂടെ പോകത്തില്ല എന്നുള്ള വാക്യശകലങ്ങളുണ്ട്. ഇവിടെ കാണുന്നത് മഹോദരത്തിലെ യഹൂദന്മാരെ അവൻ ചേർക്കുന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താ പറയുന്നത്? ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. അങ്ങനെ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ് നടക്കുന്നത്. 30-ാം വാക്യം, മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട്. ഗോത്രങ്ങൾ, സഭയ്ക്ക് ഗോത്രമുണ്ടോ? സഭയ്ക്ക് വംശമുണ്ടോ? ഇല്ല. ഗോത്രങ്ങൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സകലരും ചേർത്തുകൊണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗോത്രമാണ്. പക്ഷേ യഹൂദനെന്നും ഗോത്രമുണ്ട്. ഗോത്രങ്ങളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന 12 ഗോത്രങ്ങളിൽ സെഖര്യാ പ്രവചനത്തിലുണ്ട്. സെഖര്യാ പ്രവചനത്തിൽ 12 അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഗോത്രം ഗോത്രമായി മശിഹായെയാണ് ഞങ്ങൾ ക്രൂശിച്ചതെന്ന് കരഞ്ഞ് വിലപിച്ച് ഒരു മഹാസമ്മേളനം അവർ നടത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് യേശു ഒരു മലയിൽ താഴോട്ട് ഇറങ്ങി വരും. അവരെ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ കരങ്ങൾ അവർ കാണും. അവർ ചോദിക്കും, അങ്ങയുടെ കരത്തിൽ ഒരു മുറിവ് കാണുന്നല്ലോ. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ ഞാൻ വന്നപ്പോൾ അവർ എനിക്ക് തന്ന സമ്മാനമാണെന്ന് പറയുമ്പോൾ അവർ കരഞ്ഞു നിലവിളിക്കും. ഒരു ദിവസം കൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാകും. അവരെ ദൈവം രാജ്യം, രാഷ്ട്രമായിട്ട് സ്വീകരിക്കപ്പെടും. അതാണ് പറയുന്നത് ഈ കാര്യം, ഈ വാക്യം. അത് സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിൽ മേഘങ്ങളിൽ ആകാശത്തിൽ തേജസ്സോടുകൂടെ വരുന്നത് കാണും. മഹത്വ പ്രത്യക്ഷതയാ, രഹസ്യവരവല്ല, മഹത്വ പ്രത്യക്ഷത. രഹസ്യവരവാണ്. 1 Thessalonians 4:16 രഹസ്യമായിട്ട് മധ്യാകാശം വരെ വരുന്നു. എന്നാൽ ഇത് പരസ്യവരവ, രഹസ്യമാണ്. കർത്താവ് ആമേൻ എടുക്കപ്പെട്ടതിന് 2 ആമുഖങ്ങളുണ്ട്. ആമേൻ. നമുക്കറിയാം, മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടു, പിന്നെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇതുപോലെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനും 2 ആമുഖങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത് സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ. 2, 7 കൊല്ലം കഴിഞ്ഞിട്ട് സഭയെയും കൊണ്ട് ഭൂമിയിലേക്ക് ഒരു വരവ്. 1ാമത്തെ വരവിൽ സഭ മാത്രം അറിയും. 2ാമത്തെ വരവ് ലോകമറിയും. പബ്ലിക് ഗ്ലോറിയസ് കമ്മിങ്, മഹത്വ പ്രത്യക്ഷത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ഇനിയും വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. സമയമെടുത്താൽ അടുത്ത വിഷയത്തിൽ പോകാനൊക്കത്തില്ല. അതുകൊണ്ട് മത്തായി 24 എന്ന് പറയുന്നത് ഈ സ്ലൈഡ് കൊണ്ട് ഏകദേശം തറവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംശയവും വേണ്ട. ഈ ഡിവിഷൻ അനുസരിച്ച് വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ 3 കാര്യങ്ങളാണ് മത്തായി 24 യേശു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സ്ലൈഡിൽ പറയുന്നുണ്ട് സംഭവങ്ങളുടെ ക്രമം. ദ സീക്വൻസ് ഓഫ് ദി ഇവൻറ്റ്സ് ഇൻ ചാപ്റ്റർ 24. 1, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം, അത് നടന്നു. 2, റാപ്ചർ, സെക്കൻഡ് കമ്മിങ്. 3, മഹോദ്രവം. ഞാൻ ആ വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ കഷ്ടമെന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റ് ട്രിബുലേഷനാണ്. ഗോത്രങ്ങൾ എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചാണ് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാർട്ടൂടെ ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു.
ഒരു ചാർട്ട്. നിങ്ങൾക്ക് ആ ചാർട്ടിൽ നോക്കാം. ഇംഗ്ലീഷ് നിങ്ങൾക്കെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കഴിയാം. യു ആർ ഹിയർ, ഒരു ചുവന്ന ഭാഗത്ത് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, പ്രസന്റ് ചർച്ച് ഏജ്. അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് റാപ്ചർ ഓഫ് ദി ചർച്ച്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. മുകളോട്ട് ചെല്ലുമ്പോൾ കാണുന്നത്, ആദ്യം നടക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. 2 Corinthians 5:10 കാണുന്ന എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് A+ ആണോ, A- ആണോ, B+ ആണോ, B- ആണോ, എഴുതിയതായിരിക്കുന്ന എക്സാം പേപ്പർ വാല്യൂ ചെയ്തിട്ട് അവാർഡ്, മെഡൽസ്, ക്രെഡൻഷ്യൽ, സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ ഇതെല്ലാം തന്നങ്ങോട്ട് വിടും. തന്നങ്ങോട്ട് വിടുന്ന എങ്ങോട്ടാ? കുഞ്ഞാട്ടിൻ്റെ കല്യാണം. സ്തോത്രം. ഈ കിരീടങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് പോകും. അപ്പോൾ ഭൂമി നടക്കുന്ന എന്താണ്? ആദ്യത്തെ 3.5 വർഷം ബിഗിനിങ് ഓഫ് സോറോസ്, രണ്ടാമത്തെ ഗ്രേറ്റ് ട്രിബുലേഷൻ, രണ്ടാമത്തെ ഭാഗം. അങ്ങനെ മാരിയ സപ്പർ 7 വർഷം തികയുമ്പോൾ കർത്താവ്, റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ്, മഹത്വ പ്രത്യക്ഷത കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമി നടക്കുന്നത് മില്ലേനിയം, 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഫൈനൽ ജഡ്ജ്മെന്റ്. വെളിപ്പാട് 20 വൈറ്റ് ത്രോൺ വെക്കുന്നു, വെള്ളസിംഹാസനത്തിൽ സകലരെയും ദുഷ്ടന്മാരെയും വിളിച്ചു വരുത്തി ന്യായം വിധിച്ച് തീപ്പൊകയിലിട്ടിട്ട് പിശാചിനെ അവിടെ പൂട്ടുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ 1000 ആണ്ടൊക്കെയാണ് പൂട്ടിയത്. പക്ഷേ വെള്ളസിംഹാസനം കഴിഞ്ഞ് പൂട്ടുന്ന പൂട്ട് എന്നത്തേക്കുള്ള പൂട്ടായിരിക്കും, നിത്യം എന്നേക്കും അവിടെ ആയിരിക്കും. ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിച്ച് പുത്തൻ ഭൂമി ആക്കി തീർക്കുന്നു എന്നുള്ളതാണ് ആ ചാർട്ടിൻ്റെ അകത്ത്. ഒരു ചാർട്ടൂടെ ഉണ്ട്. ഞാൻ വളരെ വളരെ സമയം, മണിക്കൂറുകളും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാണ് ഈ ചാർട്ടുകളൊക്കെ പല സ്ഥലത്തുനിന്ന് സംഭരിച്ച് നിങ്ങളെ കാണിക്കുന്നത്. അതൊന്നും ചെറിയൊരു കാര്യമായിട്ട് കണക്കാക്കല്ലേ. ഇത് മനസ്സിലാക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഒലിവേറ്റ് ഡിസ്കോഴ്സിൻ്റെ 3 കാര്യങ്ങൾ കാണിച്ചു. ഒന്ന്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഉയർത്തുന്നേറ്റ് 40, യേശു 40-ാം ദിവസം ഉയർത്തേൻ്റെ സ്വർഗാരോഹണം ചെയ്തു. 40 കഴിഞ്ഞ് 10 കൂടെ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. കണ്ടല്ലോ, പെന്തക്കോസ്റ്റ് AD 33 സംഭവിച്ചു. അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം AD 70 സംഭവിച്ചു. മൂന്നാമത് നടക്കുന്ന സെക്കൻഡ് കമ്മിങ്, അതാണ് ഇനിയും സംഭവിക്കാനുള്ള. നാം, നിങ്ങളും ഞാനും ഒരുപോലെ കാത്തിരിക്കുന്ന, അതിനുവേണ്ടിയാണ് ഇതൊക്കെ പഠിക്കുന്നത്. പഠിക്കാൻ വേണ്ടിയല്ല പഠിക്കുന്നത്, പോകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നറിയാൻ. കേവലം പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ഇവിടെ കിടക്കാനല്ല. ജീവിതത്തിൻ്റെ അകത്തെ കുറവുകളും പാപങ്ങളും ഒക്കെ ഒന്ന് പരിഹരിച്ച് വല്ലവിധേനയും മരിച്ചവിടെ നിന്ന് ഒരു പുനരുത്ഥാനം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇത് പഠിക്കുന്നവർ ഗ്രഹിക്കുകയും ബുദ്ധിയിൽ പഠിക്കുകയും മാത്രമല്ല, ആത്മാവിൽ കയറണം. പഠനത്തിന് 2 കാര്യങ്ങളുണ്ട്. 1, തലച്ചോറിലുള്ള പഠനം. 2, മെഡിറ്റേഷൻ, ധ്യാനം. നിങ്ങൾ ബൈബിൾ തലച്ചോറിലല്ല പഠിക്കേണ്ടത്, മനസ്സിലാണ് പഠിക്കേണ്ടത്. സ്കൂളിൽ അധ്യാപകന്മാർ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ നല്ല നല്ല പോയിന്റ് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറയാറില്ല. കാരണം അത് തലയ്ക്കകത്തോട്ടാണ് വരുന്നത്. എന്നാൽ സഭയ്ക്കകത്ത് പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞു, അത് തലയ്ക്കകത്തല്ല കയറുന്നത്, ഇത് ഇതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. സ്തോത്രം. ആകയാൽ തലയ്ക്കകത്തും കുറെ കയറണം, അത് തലയുടെ അവിടും താഴോട്ട് ഹൃദയത്തിലും വരണം. ഇനിയും അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ വരികയാണ് ചെയ്യുന്നത്. ഇനിയും അടുത്തൊരു ടോപ്പിക്. ഈ ടോപ്പിക്ക് നിങ്ങൾ ഒരു സ്ഥലത്തുനിന്നും വേറെ ഒരു അധ്യാപകരുടെ പഠനത്തിൻ്റെ അകത്തും ഇത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത 2 സ്ലൈഡാണിത്. ഒരിടത്തും ഉൾപ്പെടാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. ഉപമയെ എങ്ങനെയാണ്, എന്താണ് ഉപമ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് വേറെ ഒരു സബ്ജക്റ്റിൽ വരുത്തില്ല. നിങ്ങൾ തിയോളജിയുടെ വലിയ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുമ്പോൾ ഹെർമിനൂട്ടിക്സ് എന്ന് പറയുന്നൊരു വിഷയം പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വിഷയം വരത്തുള്ളൂ. ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, സാധാരണ VTHലോ MDവിലോ ഒന്നും ഈ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചേർത്തിരിക്കുന്നു. എന്താണ് ഉപമകൾ? പാരബിൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പഠിപ്പിക്കൽ പ്രസംഗം മാത്രമല്ല, ഉപമകളിൽ കൂടെയാണ് കർത്താവ് പഠിപ്പിച്ചത്. നമുക്ക് വായിക്കാമല്ലോ. ഇനിയും വായിക്കാനുള്ളൊരു വായിച്ചാട്ട് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 11 and 13. 13-ാം അധ്യായത്തിന്റെ 11-13. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല.
അതുകൊണ്ട് ഇനി അവർ ആ അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ആ കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ഞാൻ ഉപമകളായിട്ട് അവരോട് സംസാരിക്കുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 7 ഉപമകൾ മത്തായി 13 പറയുന്നു. മത്തായി 13 7 ഉപമകളും വെളിപ്പാട് 3-4 അധ്യായങ്ങളിലെ 7 സഭകളും സമാന്തര പഠനങ്ങളാണ്. ഞാനിതൊക്കെ പുതിയ ബൈബിൾ കോളേജിലല്ല ഞാൻ പഠിച്ചത്. എം.ഇ. ചാക്കോ സാറിൻ്റെ ബൈബിൾ കോളേജിൽ 1978 പഠിച്ചതാ. ഇന്നത്തെ ബൈബിൾ കോളേജിൽ അതൊന്നും പഠിപ്പിക്കാറില്ല. മത്തായി 13 ഓരോ ഉപമയും, ഒന്നാമത്തെ ഉപമ വിതയ്ക്കുന്നവൻ്റെ ഉപമ, അത് ഏതിനോട് സാദൃശ്യപ്പെടുത്തി പഠിക്കണം? എഫെസോസ് സഭയോട് സാദൃശ്യപ്പെടുത്തി പഠിക്കണം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ കള വിതച്ചു, അതേതാണ്? സ്മുർന സഭ. ഇങ്ങനെ പഠിക്കുമ്പോൾ 7 ഉപമകൾ 7 സഭകളോട് ചേർത്ത് സമാന്തരമായി പഠിക്കുവാൻ നമുക്ക് കഴിയും. എന്താണ് ഉപമ? വാട്ട് ഈസ് പാരബിൾസ്? എന്താ? സ്വർഗീയ അല്ലെ ആത്മീയ സത്യങ്ങളെ പഠിക്കാൻ വേണ്ടി പറയുന്ന വളരെ ലളിതവും ചെറുതുമായ ഭൗതിക കഥകൾ. ആൻ എർത്ത്ലി സ്റ്റോറി വിച്ച് ഹാസ് എ സ്പിരിച്വൽ മീനിങ് ടു ടീച്ച് ദ സെലസ്റ്റിയൽ ട്രൂത്ത്സ്. ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, സ്വർഗീയ കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ നടക്കുന്ന ഒരു കഥയോ ഒരു ഉദാഹരണമോ എടുത്തു പറയുന്നതിനാണ് ഉപമയെന്ന് പറയുന്നത്. കർത്താവിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഒത്തിരി മെത്തേഡ് ഓൺ ടീച്ചിങ്ങിൽ, ആ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂൾ ആണ്, മെത്തേഡാണ് ഉപമകൾ എന്നുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉപമകൾ താരതമ്യത്തിലൂടെ ആഴമേറിയ കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കാൻ ഇതുപോലൊരു മാർഗമില്ല. ആഴമേറിയ കാര്യങ്ങൾ താരതമ്യത്തിലൂടെ എന്ത് ചെയ്യുന്നു? ആ ആശയങ്ങൾ അതെ 10 കന്യകമാരുടെ ഉപമ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ, യേശു പറഞ്ഞ ഏതാണ്ട് 38ഓളം ഉപമകളുണ്ട്. പഴയ നിയമത്തിലുണ്ട് ഉപമ. നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ ചെന്നപ്പോൾ, മകനെ, എൻ്റെ മകനെ ദാവീദേ, നീ ഇന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ പാപം ചെയ്തിരിക്കുന്നു എന്നല്ല പറഞ്ഞേ. നാഥാൻ നേരെ കയറി ചെന്നപ്പോൾ ഒരു മനോഹരമായ പ്രസന്റേഷൻ. അവിടെ ഒരു വീട്ടിൽ ഒരു ധനവാനായ വ്യക്തിക്ക് ഒത്തിരി ആടുകളുണ്ടായിരുന്നു. വളരെ സ്നേഹിച്ച പാത്രത്തിൻ്റെ അകത്തുനിന്ന് ആഹാരം കൊടുക്കുന്ന ഒറ്റ ആടുണ്ടായിരുന്നു. അനേക ആടുകളുണ്ട്. ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. ഈ ധനവാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന് 100 ആടുകൾ ആലയ്ക്കകത്തുണ്ടായിട്ട് അത് എണ്ണത്തിനും എടുത്തില്ല. പാത്രത്തിൻ്റെ അകത്തുനിന്ന് കഴിക്കുന്ന ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള പെറ്റായ ആടിനെ കണ്ടിച്ചു. ഉടനെ ദാവീദ് അങ്ങ് എഴുന്നേറ്റു, രോഷം പൂണ്ടു. എന്നിട്ട് പറഞ്ഞു, അവൻ ആരായാലും അവൻ മരിക്കണം. ഉടനെ ദൂത് വരിക. വാര്യാപരൻ യോനാച്ചൻ പറയുന്ന പോലെ വെള്ളടി പോലെ, മകനെ അത് നീ തന്നെയാ. പോരെ, ഇനി വല്ലതും പറയണോ? കരയാൻ തുടങ്ങി. ഒന്നും കൂടുതൽ പറയേണ്ടി വന്നില്ല. ഒരു ഉപമയ്ക്കകത്തെ ശക്തി ഏതാണെന്ന് പഴയ നിയമത്തിലും പല ഉപമയുണ്ട്. സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നുണ്ട്. 78-ാം സങ്കീർത്തനം 2-3 വാക്കുകളെന്ന് വായിച്ചാട്ട്. 78-ാം സങ്കീർത്തനം 2-3. ഓൾഡ് ടെസ്റ്റ്മെന്റിലും യേശുവിനെ കുറിച്ചുള്ള ഒരു പാവചനീയ ഭാഗമായിട്ടാണ് അത് കാണുന്നത്. 78:2. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ പറയും, നാം അവയെ വായിച്ചാട്ടെ. ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായ തുറക്കും. പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞുമിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതി. കേൾക്കുന്നില്ലല്ലോ. താങ്ക് യു. അപ്പോൾ കർത്താവിൻ്റെ ഉപമയെക്കുറിച്ച് അങ്ങനെ പ്രസ്താവിക്കാൻ യേശു വായി തുറക്കുമെന്നുള്ള ഒരു പ്രവചനത്തിൻ്റെ ഒരു നിഴലൂടാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, താരതമ്യത്തിലൂടെ ആഴമായ കാര്യങ്ങൾ മറ്റുള്ളവർ സാധാരണക്കാരെ പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ടൂൾ. നമ്പർ 3, വിദ്യാഭ്യാസം ഇല്ലാത്ത യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ
എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേരേ ഉള്ളായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നത് തോമസ് അല്പം വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ലെവലിൽ ഒരു BCom എങ്കിലും പഠിക്കാതെ ഒരു ഓഫീസിലെ ടാക്സിൻ്റെ കളക്ട് ചെയ്യാനും രസീത് കൊടുക്കാനും രസീത് കുറ്റി എഴുതി കൊടുക്കാനും ബാലൻസ് കൊടുക്കാനും ഒക്കെ ഇച്ചിരി കണക്കും ഇച്ചിരി കൊമേഴ്സും ഒക്കെ അറിയാവുന്നവർ. അപ്പോൾ ഒരു BCom ഡിഗ്രി ലെവലിൽ ഏതാണ്ട് ഒരു അറിവ് തോമസിനുണ്ടായിരുന്നു. അതിനെല്ലാം ഉണ്ടായിരിക്കാം. ബാക്കിയുള്ളവരെല്ലാം അറിയാം, ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് അറിയാം. വിദ്യാഭ്യാസമില്ലാത്തവരെ പഠിപ്പിക്കുവാനുള്ള ഏറ്റവും ബെസ്റ്റ് മാതൃകയാണ് ഉമ. 4 ഞാൻ എഴുതിയേക്കുന്ന അവിടെ വായിക്കുന്ന നമുക്കറിയാം. 8 വയസ്സുകാരനും 80 വയസ്സുകാരനും ഇഷ്ടമുള്ളതാ കഥ കേൾക്കുന്നത്. അവരിഷ്ടപ്പെടും. 5 ഉപമകൾ മനസ്സിൽ ഒരു ചിത്രരൂപം തരും, ഒരു 3 ഡയമെൻഷൻ. ഒരിക്കലും മറക്കത്തില്ല. ചില പാസ്റ്റർമാർ പ്രസംഗിച്ച പ്രസംഗം മറക്കും, അദ്ദേഹം പറഞ്ഞ കഥ മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. 6 ഉപദേശം ഗുളിക പോലെ കൊടുക്കാൻ ഒക്കത്തില്ല. ഗുളികയല്ല, കഷായത്തിൻ്റെ മരുന്ന് വായിലോട്ട് സ്പൂണിട്ട് കുത്തി കൊച്ചു പിള്ളേർക്കും പ്രായമുള്ളവർ കുടിക്കാത്തവർ കുടിപ്പിക്കുന്ന പോലല്ല ഉപദേശം. ഉപദേശം എന്ന് പറയുന്നത് ഉപമയ്ക്കകത്ത് പൊതിഞ്ഞ, ഉപമകളിൽ പൊതിഞ്ഞ ഉപദേശം. ഹോമിയോ മരുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. ഹോമിയോ മരുന്നെല്ലാം നമ്മുടെ വായിലിടും മധുരമുള്ളതാ. മരുന്നിന് മധുരമുള്ളതല്ല, ഇത് കഴിക്കാൻ വേണ്ടി മുകളിൽ ഷുഗർ കൂട്ടി ചെയ്തിരിക്കുന്ന. അതുകൊണ്ട് ഉപമയ്ക്കകത്ത് ഉപദേശം പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ ഉപമ അകത്തോട്ട് എല്ലാം വേണ്ടി. 7 വളരെ പരിചയമുള്ള കാര്യമാണ് ഉപമ. വിതയ്ക്കുന്നവൻ ശിഷ്യന്മാർക്ക് അറിയാം. വിത്ത് ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. അതിര്, മണി, പിന്നെ വാതില്, വെളിച്ചം, എല്ലാം പരിചയമുള്ള വാക്കുകളാണ്. അതാണ് ഉപമ. ഇനിയും വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ സ്ലൈഡ്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം. ഉപമയിട്ട് ഞാനും എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ തിയോളജിക്കലായിട്ട് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു സാധനം കൊണ്ടാണ് വീണ്ടും തിയോളജി പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലുള്ള ഉയർന്ന പഠനങ്ങളും ഒക്കെ എടുത്ത് പഠിപ്പിക്കാനൊക്കെ ഇറങ്ങി. അപ്പോൾ പലതും അത് പ്രസംഗിച്ചത് വ്യാഖ്യാനിച്ച് തെറ്റായിരുന്നു. കാരണം ഒരു കഥയ്ക്കകത്തെ ഒറ്റ സത്യമേ ഉള്ളെന്ന് യേശു പറഞ്ഞ. പാസ്റ്ററുടെ ബ്രേക്ക് ആകുന്നുണ്ട് കേട്ടോ, നെറ്റിന്റെ അതിന്റെ കാര്യങ്ങളല്ല. വാതിലെന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലേക്കും കുടിലേക്കും പാസ്റ്ററെ ബ്രേക്ക് ആകുന്നുണ്ടേ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. എനിക്ക് കേൾക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് പറഞ്ഞു ഒന്നുകൂടെ പറയണം കേട്ടോ. ഇതിനു മുമ്പ് പറഞ്ഞു ഒന്നും കേട്ടില്ല പാസ്റ്ററെ. പാസ്റ്റർ ശുശ്രൂഷ ആദ്യകാല ശുശ്രൂഷയിൽ അതെ ഇപ്പൊ ഭയങ്കര സ്പീഡാ. ഇപ്പം കേൾക്കാം. പറയാം. സ്പീഡ് ഇച്ചിരി കുറയ്ക്ക്. ഞാൻ സാവകാശത്തിൽ മൈക്രോഫോൺ അടുത്ത സത്യമേ ഉള്ളൂ. കഥയ്ക്കകത്ത് നെറ്റ് കിട്ടുന്നില്ല പാസ്റ്ററെ. പാസ്റ്ററുടെ ബ്രേക്ക് ആകുന്നുണ്ട്, നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. 100 സത്യമില്ല. ലേഖനം വായിച്ച് സ്തോത്രം. നെറ്റിന്റെ ആയിരിക്കും ഇപ്പോൾ കാണിക്കുന്നുണ്ട്.
ഇപ്പം കാണിക്കുന്നുണ്ട്, പക്ഷെ ബ്രേക്ക് ആകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പം കേൾക്കാം. ഓക്കെ എന്ന് തോന്നുന്നു. ഇപ്പോൾ കേൾക്കാം. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറയും, സ്ലോ സാധാരണത്തിൽ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഉപമയിൽ പറയുന്ന കഥയുടെ പരമരഹസ്യം സത്യം ഒന്നേ ഉള്ളൂ. അത് ഉപമ മുഴുവനും വ്യാഖ്യാനിക്കും. 2, ഉപമകളിലെ ഓരോ വാചകങ്ങളും വ്യാഖ്യാനിക്കരുത്. പ്രോവർബ്സ് സദൃശവാക്യം 9:1 വായിച്ചാട്ടെ. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. മതി. ഈ വാക്യം എന്താ സാറേ ഉപമകളിലെ ഓരോ വാക്യവും വ്യാഖ്യാനിക്കാൻ പാടില്ല. ഉപമകൾക്കകത്ത് ഒരു സത്യമേ ഉള്ളൂ. ഓരോ വാക്യങ്ങളും ലേഖനങ്ങൾ, ഓരോ വാക്യങ്ങളും വാക്കുകളും അതിന്റെ ഹീബ്രുവും ഗ്രീക്കും വായിക്കുന്ന പോലെ ഇന്റർപ്രറ്റ് ചെയ്താൽ ബൈബിൾ തെറ്റാണെന്ന് വരും. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം പെട്ടെന്ന് അങ്ങ് പറയാം, ശ്രദ്ധിക്കണം. ഓരോ വാക്യങ്ങൾ വ്യാഖ്യാനിക്കരുതെന്ന് പറയുന്നതിൻ്റെ അകത്തെ ഘോഷത്വരം എന്താണെന്ന് എനിക്കും പിന്നീട് മനസ്സിലായി. 10 കന്യകമാരുടെ ഉപമ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ഇല്ലാത്തവർക്ക് ഉള്ളവരെന്ത് ചെയ്യണം? കൊടുക്കണമെന്നല്ല യേശു പഠിപ്പിച്ചേ. എന്നിട്ട് ഈ എണ്ണയില്ലാത്ത കന്യകമാര് എണ്ണയുള്ളവരോട് ചോദിച്ചു, കൊടുത്തോ? ഇല്ല. കൊടുത്തോ? മര്യാദകളല്ലേ? അത് ക്രിസ്തീയമാണോ? എന്നിട്ട് കർത്താവ് എണ്ണയും കൊണ്ട് വന്നപ്പോൾ അവരോട് പറഞ്ഞു, എന്നെ വിട്ടു പോകുവീന്ന് പറഞ്ഞു. ഇതുങ്ങളോട് പറയണ്ടേ ഇച്ചിരെണ്ണ അവർക്കൂടെ കൊടുക്കാൻ? അകത്ത് കയറ്റുണ്ടായിരുന്നോ? ക്രിസ്തീയ മര്യാദയാണോ? മര്യാദകൾ കാണിച്ചിട്ട് ആമേൻ ഈ അനീതിക്ക് കൂട്ടു നിന്നിട്ട് കൊടുക്കാത്ത ആളുകളെ അകത്ത് കയറ്റിയില്ലേ? ചോദ്യം. അപ്പോൾ അതിൻ്റെ അകത്തെ കാര്യം എന്താ? നിങ്ങൾ എല്ലായ്പ്പോഴും പാത്രത്തിൽ മാത്രമല്ല മറ്റു പാത്രങ്ങളിലും എണ്ണ ശേഖരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. അതാ അവിടുത്തെ ദൂത്. ആകയാൽ അതുണ്ടല്ലോ ഇവിടെ, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിപ്പിൻ. പിന്നെ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം 13:44 വായിച്ചാട്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു മറിച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. കണ്ടോ? അവിടെ എന്താ? നല്ല നിധിയോട് അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടെന്നല്ലേ? ഹൈഡ് ചെയ്തു. ഒരു ഭൂമിക്കകത്ത് വളരെ വിലയേറിയ ഒരു നിധി അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന് ഒരുത്തൻ കണ്ടപ്പോൾ അവന് മനസ്സിലായി. പക്ഷെ അതിൻ്റെ കൂടെ ഭൂമി കൈവശം വെച്ചെന്ന് അറിയത്തില്ല നിധി ഉണ്ടെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ചോദിച്ച വിലയ്ക്ക് ആ വസ്തു വാങ്ങിച്ചു. ഒരു ദൈവജനം എന്നുള്ള നിലയ്ക്ക് ഈ പണി ചീറ്റിംഗ് അല്ലേ? ചോദ്യം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഉപദേശം എന്തായിരുന്നെന്നറിയാമോ? വയലിൽ ഒളിച്ചു വച്ച നിധിയെ കുറിച്ച് പറയുന്നത് അത് ആമേൻ ഒരിക്കൽ വെളിപ്പെടാതെ കിടന്ന സുവിശേഷത്തിന്റെ സത്യം. അത് വെളിപ്പെട്ടപ്പോൾ താൻ എല്ലാം വിട്ടുകഴിഞ്ഞ് ആ സത്യത്തിന് വേണ്ടി സാക്ഷിയായി നിന്നു. അതാണ് എൻ്റെ അകത്തെ തത്വം. അപ്പോൾ ജ്ഞാനമായവൾ ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സാറേ ഒന്നും കൂടെ പറഞ്ഞേ. അത് വെളിപ്പെടാതെ ഒരുത്തന് ഒരു സത്യം, വയൽ എന്ന് പറയുന്ന ലോകം, ഈ ലോകത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് വെളിപ്പെടാതെ കിടന്ന, അനേകർക്കും വെളിപ്പെടാതെ കിടന്ന ഒരു സത്യമായിരുന്നു. ആ വെളിപ്പെടാതെ കിടന്ന സത്യം എന്ത് ചെയ്തു? ചിലർക്ക് വെളിപ്പെട്ടു. ഉദാഹരണം, ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഈ വയലിൽ ഒളിച്ചു വെച്ച നിധി സാദൃശ്യപ്പെടുത്തുന്ന സർദീസ് സഭയാണ്. സർദീസ് സഭയിൽ ആമേൻ അവിടെ ഉണ്ടായ റിഫർമേഷൻ ആരായിരുന്നു? കത്തോലിക്ക സഭയിൽ അന്നുണ്ടായിരുന്ന 95 കൂട്ടം അനാചാരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടും ആചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ അത് വെളിപ്പെട്ടു. മാർട്ടിൻ ലൂതർ വെളിപ്പെട്ടപ്പോൾ തൻ്റെ സകലവും വിട്ടിട്ട്, അത് ചരിത്രമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വെളിപ്പെടാത്ത കാര്യങ്ങൾ, ആമേൻ, മറ്റുള്ളവർക്ക് വെളിപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
എല്ലാം വിട്ടിട്ട് നമ്മുടെ ഭൂമി കിട്ടിയ വിലയ്ക്ക് വിട്ടിട്ട് ചോദിച്ച വിലയ്ക്ക് ഈ വസ്തു വാങ്ങിച്ചു. സുവിശേഷത്തിന് വേണ്ടി പെയിൻ എടുത്ത് കർത്താവിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങുന്ന ഒരു അനുഭവമാണ് അവിടെ കാണാൻ. അപ്പോൾ ഞാൻ 9 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ജ്ഞാനമായവൾ എന്ത് ചെയ്തു? ഒരു വീട് പണിതു. പണ്ടൊക്കെ പുതിയ നിയമസഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പ്രസംഗിക്കുമ്പോൾ എല്ലാ പാസ്റ്റർമാരും ഞാനും ആദ്യം വായിച്ച വാക്യം ഇതായിരുന്നു: സഭ എന്നുള്ളത് ഒരു വീടാണ്, ആ വീടിന് 7 പില്ലറുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 7 ഉപദേശം എന്ന് പറയുന്ന ആ വ്യാഖ്യാനം തെറ്റായ ഒരു വ്യാഖ്യാനം ആണെന്ന് കാലപ്പഴക്കത്തിൽ എനിക്ക് മനസ്സിലായി. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിസ്ഡം ഹാസ് ബിൽറ്റ് യർ ഹൗസ്. ഈ ജ്ഞാനം എന്ന് പറയുന്നതായ ആ പ്രത്യേകമായിരിക്കുന്ന ആട്രിബ്യൂട്ടിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുക. ജ്ഞാനത്തെ, അറിവിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ അറിവാകുന്ന സ്ത്രീ ഉപമയത്, അല്ലാതെ അവിടെ വീടൊന്നും അല്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വയലാറ് രചിച്ചപ്പോൾ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച എന്ന് പാടി കേട്ടിട്ടുണ്ടല്ലോ. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ. മന്നവേന്ദ്ര നിന്റെ മുഖം ചന്ദ്രനെ പോലെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മഹാരാജാവ് ചന്ദ്രനാണോ? അല്ല. പോലെ. അപ്പോൾ നല്ല ബുദ്ധിയെ, ജ്ഞാനത്തെയും അതിനെ ഹെബ്രായ സാഹിത്യത്തിൻ്റെ അകത്തെ വ്യക്തിവൽക്കരണം, ഇംഗ്ലീഷിൽ പേഴ്സണിഫിക്കേഷൻ, എബ്രായ സാഹിത്യത്തിൻ്റെ അകത്തെ നല്ല ആയ സ്വഭാവത്തെ ഒരു സ്ത്രീയോട് ഉപമിച്ചാണ്. അതുമാത്രമല്ല, ആ വിസ്ഡം എന്നുള്ളതിന് സത്യത്തിൽ അതിൻ്റെ ഗ്രീക്ക് വാക്ക് തന്നെ ഒരു സ്ത്രീയുടെ പേരാ. ജ്ഞാനം എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് എന്താണെന്നറിയാമോ? സോഫിയ. അതുകൊണ്ടല്ല സ്ത്രീയോട് ഉപമിച്ചെന്ന് ഞാൻ പറയുന്നത്, അതെല്ലാം ഒത്തുവരുന്നു. അപ്പോൾ അവിടെ ഈ പറയപ്പെട്ട 7 തൂണെന്ന് പറയുന്നത് സഭയെക്കുറിച്ചുള്ള ഒരു കാര്യവുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയെ, അവളുടെ നല്ല ജ്ഞാനത്തെ, നല്ല അറിവിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച അവിടെ പറയുന്നത്. പെട്ടെന്ന് ഈ സ്ലൈഡ് അവസാനിപ്പിക്കണം. ഉപമയിലെ ഓരോ വാചകങ്ങളും വ്യാഖ്യാനിക്കരുത്. ദൈവശാസ്ത്രം മുഴുവനും അതിൽ നിന്ന് വ്യാഖ്യാനിക്കരുത്. ഒരു ഉപമയിൽ അടിസ്ഥാനപരമായ ഒരു സത്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നല്ല ശമരിയാക്കാരൻ, ഞാനും ഇതറിയാതിരുന്ന സമയത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താ? ആരാണ് നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ? അതാണ് അവിടുത്തെ വിഷയം. അത് സ്ഥാപിക്കാനാണ് കർത്താവ് കഥ പറഞ്ഞത്. അല്ലാതെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. സത്രം എന്ന് പറയുന്നത് സഭ, മുറിവേറ്റ കള്ളൻ എന്ന് പറയുന്ന പിശാച്, എരികോ എന്ന് പറഞ്ഞാൽ യെരുശലേം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം, എരികോ എന്ന് പറഞ്ഞാൽ താഴ്ന്നത്, 16 മൈൽ താഴോട്ട് വരിക. വിശ്വാസി എന്ന് പോയപ്പോൾ എരികോവില്ല, താഴ്വരയാണ് വീണ് കഴിയുമ്പോൾ കള്ളന്മാർ വരുന്നു, പിശാച് വരുന്നു, വസ്ത്രം എടുത്തു കളയുന്നു. ഏതും തോട്ടത്തിൽ അവൻ്റെ വസ്ത്രം കൊണ്ടുപോയി മുറിവേൽപ്പിച്ചു. മാനസികമായിട്ടുള്ള ഒത്തിരി മുറിവ് കൊണ്ടു. ഉടനെ വഴിപോക്കൻ വന്നു, അച്ഛന്മാർ വന്നു, കപ്പിയാർ വന്നു, പള്ളിയിൽ പോയി, അവരൊന്നും നമ്മളെ രക്ഷിച്ചില്ല. അവസാനം ഉപദേശി വന്നു, നമ്മളെ എടുത്തുകൊണ്ട് പോയി, സഭയ്ക്കകത്ത് കൊണ്ടുപോയി. 2 വെള്ളിക്കാശ്, പഴയ നിയമം പുതിയ നിയമം അഡ്വാൻസ് കൊടുത്തു. ഇനി ഞാൻ വരുമെന്ന് പറഞ്ഞു, യേശു വരുമെന്ന് പറഞ്ഞു. ഇതാ ഉപദേശം. ഞാനും പറഞ്ഞിട്ടുണ്ട്, കേൾക്കാനൊരു തമാശ രസമായിട്ട്. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ച് വല്ലവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിക്കപ്പെടും. പക്ഷെ ഭോഷത്വത്തിൻ്റെ പ്രസംഗത്താൽ ആകരുത്. മനസ്സിലായോ? നമുക്ക് ചിലപ്പോൾ അറിയാതിരുന്ന സമയത്ത് അറിയാതെ നമ്മൾ പലതും പ്രസംഗിച്ചു, അതിനകത്തൊന്നും ക്ഷമ ചോദിക്കണ്ട. അത് നമ്മുടെ ആ അറിവില്ല. കുറെ കൂടെ ആകുമ്പോൾ പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് പ്രസംഗിക്കാൻ പാടില്ല. അങ്ങനെ അവിടുത്തേത് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആപത്തിൽ സഹായിച്ചവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അത് പള്ളിയിലെ അച്ഛനായാലോ കപ്പിയാർ പോയെന്ന് പറഞ്ഞാലോ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് ശമരിയാക്കാരിൽ നിന്ന് സഹായം വന്നത്. അതുപോലെ ന്യായപ്രമാണം, പുരോഹിതന്മാർ, പരീശന്മാർ എല്ലാവരും അന്നുണ്ടായിരുന്നുവെങ്കിലും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ എല്ലാവരും തള്ളപ്പെട്ടതും ഉപേക്ഷിച്ചതുമായ തച്ചൻ്റെ മകനായ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പരമസത്യം. ഞാൻ ഈ സ്ലൈഡ് അവസാനിപ്പിക്കട്ടെ. ഉപമകൾ ഒരു സത്യം പറയാം. എല്ലാ വാചകങ്ങളും വ്യാഖ്യാനിക്കരുത്, എല്ലാ ഉപദേശവും സ്ഥാപിക്കാൻ ഉപയോഗിക്കരുത്. വാതിൽ, കൊട്ടാരത്തിലേക്കും കുടിലേക്കും കയറുവാൻ ഒരു വഴിയുണ്ട്, അതാ വാതിൽ. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വാതിൽ യേശു മാത്രം. 2, ഉപ്പ്. കൊട്ടാരത്തിലും കുടിലും കയറി ചെല്ലുന്നതാണ് ഉപ്പ്. ദരിദ്രരുടെ വീട്ടിൽ ഉപ്പില്ലേ? കൊട്ടാരത്തിൽ വാതിലുണ്ട്, കുടിലിനും വാതിലുണ്ട്. കൊട്ടാരത്തിൽ ഉപ്പുണ്ട്, കുടിലിനും ഉപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. അതുമാത്രമല്ല, അധികം വരുന്ന മീന് റെഫ്രിജറേഷനൊന്നും വന്നില്ല, ഉപ്പിട്ടാ സൂക്ഷിക്കുന്നത്, ചീഞ്ഞു പോകാതെ. ഈ പ്രപഞ്ചത്തെ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുവാൻ പ്രാർത്ഥന കൊണ്ടും മധ്യസ്ഥത കൊണ്ടും ആമേൻ ആരാധന കൊണ്ടും ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ദേശം ചീഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമായ ഉപ്പാണ് നിങ്ങൾ. ആ ഉപ്പാണ്. അടുത്തത് പറഞ്ഞു വെളിച്ചം. വെളിച്ചത്തിനും കൊട്ടാരത്തിലും കുടിലിനും പ്രവേശനമുണ്ട്. ഒന്നുമില്ലേലും വെളിച്ചം വേണം, ഒന്നുമില്ലേലും ഉപ്പ് വേണം, ഒന്നുമില്ലേലും വാതിൽ വേണം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസനും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചുവല്ലോ. വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുവാൻ വളരെ അത്യധ്വാനം ചെയ്ത് നമ്മളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സന്മനസ്സിനും ദൈവം സഹായിക്കട്ടെ. തൻ്റെ ശുശ്രൂഷകളെ മാനിക്കട്ടെ. തൻ്റെ അറിവുകൾ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവഹിതമായാൽ അടുത്ത ആഴ്ചയും അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഞാൻ ഓർപ്പിച്ചതുപോലെ നാളെ വൈകിട്ട് കർത്താവിൻ്റെ ദാസൻ VP ഫിലിപ്പ് ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ശനിയാഴ്ച 9 മണിക്ക് ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പ ഈ സമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. കൃപയും കന്നി മഹാദേവമുള്ള കർത്താവേ, അനുഗ്രഹപ്പെട്ട വചനങ്ങൾ കർത്താവ് പഠിക്കുവാൻ തക്കോണം കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. സ്തോത്രം. വചനം പഠിപ്പിച്ച കർത്താവ് ദേവദാസന് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വചനത്തിന്റെ മർമ്മങ്ങളെ പുസ്തകിക്കാൻ തക്കോണം, പഠിപ്പിക്കാൻ തക്കോണം കർത്താവ് കൊടുത്ത ജ്ഞാനത്തിനായിട്ട് കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ദേവാ തുറക്കുമ്പോൾ കർത്താവ് സ്തോത്രം. ആത്മീയ സത്യങ്ങൾ കർത്താവ് സ്തോത്രം മറ്റുള്ളവർക്ക് പകരാൻ തക്കോണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കേട്ട വചനങ്ങള് കർത്താവ് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തക്കോണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദേവദാസന കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. സ്തോത്ര. ഹല്ലേലൂയ. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവ് സാലുപാസനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. ഷാജി പാസ്ക്കായി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കണം. കടന്നു വന്ന എല്ലാ ദേവദാസന്മാരെ കർത്താവ് ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ സംശയം പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്ര. ഹല്ലേലൂയ. കേട്ട വചനങ്ങളൊക്കെയും കർത്താവ് സ്തോത്ര ഹൃദയത്തിൽ സമീകരിച്ച കർത്താവ് സ്തോത്ര ഫലം കഴിക്കാൻ തക്കണം കർത്താവ് സഹായിക്കണം. അടിയനും കർത്താവിന്റെ കാര്യങ്ങൾ സംശയം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടായി സ്തോത്രം. മാനവമഹത്വം അവിടെ നടക്കണം. സർവശക്തനായ കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പാ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു ബ്രദർ ഹാർലോഡ്. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.